സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. മാധവമാസം എന്നറിയപ്പെടുന്ന വൈശാഖമാസം ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രസാദിപ്പിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ മാസമാണ് വൈശാഖമാസം. ദാനങ്ങളെക്കൊണ്ട്, നാമജപങ്ങളെക്കൊണ്ട്, ആചാരങ്ങളെക്കൊണ്ട് ഭഗവാനെ സംപ്രീതിപ്പെടുത്തുക എന്ന മാസമാണ് വൈശാഖമാസം. ഈ വൈശാഖമാസത്തിൽ ഇന്ന് നരസിംഹ ജയന്തി വന്നിരിക്കുന്നു. വൈശാഖമാസത്തിലെ ഒരുപാട് ജയന്തികൾ വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമാണ് നരസിംഹ അവതാരം. ആ നരസിംഹ അവതാരം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദ് ആത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് വളർച്ചയും വരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുമെന്ന് പറയുന്ന ആ ഭഗവാന്റെ പ്രഖ്യാപനം സത്യമാക്കിക്കൊണ്ട് ആ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനും ഹിരണ്യകശിപുവിനെ വധിക്കാനുമായി കൊണ്ട് നടത്തിയ ആ പകുതി മനുഷ്യനും പകുതി നരസിംഹവും പകുതി സിംഹവുമായി തീർന്ന ആ നരഹരി രൂപം, അതാണ് ഇന്നത്തെ വിഷയം. നാമജപത്തിൻ്റെ പ്രസക്തി, പ്രത്യേകിച്ച് ഇതിലെ കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ കുറിച്ചാണ്. ഇനി അടുത്ത് വളർന്നു വരാൻ പോകുന്ന തലമുറ ആ കുട്ടികൾ അപകടങ്ങളിൽ പോകാതെ മയക്കുമരുന്നുകൾക്കും അതുപോലെ അനാവശ്യ കാര്യങ്ങൾക്കും മനസ്സ് ചെന്നുപെട്ട് പഠിപ്പുമില്ല അറിവുമില്ലാതെ കണ്ട് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന കുട്ടികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ ഈ പ്രസംഗം എന്നുള്ളത് വളരെ കാര്യമായി എടുക്കുക. കുട്ടികളെ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ ആചാരങ്ങൾ പഠിപ്പിക്കണം, എങ്ങനെ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരവരുടെ ആചാരങ്ങളെ കൃത്യമായി കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് ശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അച്ഛനമ്മമാരുടേതാണ്. അത് ചെയ്യാത്തതാണ് ഈ കാലത്ത് അപകടം. ഇത് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ നരസിംഹാവതാരം പ്രഹ്ലാദ ഭക്തി. കേചിത് കേവലയാ ഭക്തിയ വാസുദേവപരായണ അഖം ധുന്വന്തികസ്നേന നിഹാരമിവ ഭാസ്കര. ഏറ്റവും സാത്വികമായ ഭക്തി അങ്ങോട്ട് ഉണ്ടാവുക. ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ കണ്ട് തൊഴാനുള്ള ഒരു ഭക്തി ഗുരുവായൂർ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഗുരുവായൂർ പലതും പറയാനായിട്ടാണ് വരിക. ഗുരുവായൂർക്ക് എല്ലാവരും വലിയ പരാതിയുടെ വലിയൊരു കെട്ടും കൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ വരിക. പക്ഷേ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ സോപാനത്തിൻ്റെ നടുവിലങ്ങെത്തി ആ സോപാനപ്പടിയുടെ താഴെ അങ്ങോട്ട് നിൽക്കുമ്പോൾ ആ സുന്ദരമായ രൂപത്തിനെ അങ്ങോട്ട് കാണുമ്പോഴെല്ലാം മറന്നു പോകുന്നു. അതുപോലെ ഈ സാത്വികമായ ഭക്തി ഉണ്ടായാൽ നമ്മുടെ പാവങ്ങളൊക്കെ നശിച്ചു പോകുന്നു. അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ, നാമജപം ശീലമാക്കുക. നാമത്തിൽ കൂടെ നാമിയിലേക്ക് എത്താൻ കഴിയുന്നതാണ് നാമജപം. സകല ദുരിതങ്ങളെയും നശിപ്പിക്കാൻ ഒരു വഴിപാടിനും പോകണ്ട. സകല ഇത് നശിപ്പിക്കാൻ ഈ നാമജപത്തിന് അത്രയും ശക്തിയുള്ളതാണ്. നൃണാം അബുദ്ധ്യാവി മുകുന്ദകീർത്തനം ദഹത്യ ഖൗഖാൻ മഹിമാസ്യതാദൃശ. ആ ജാമിള ഉപാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ എത്ര വലിയ പാപം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ നാമം ചൊല്ലിയാൽ ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലവു നാസ്തിയേവ 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 ഗതിരന്യഥ. എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഒരു 5 മിനിറ്റ് അങ്ങ് മാറി നിന്നിട്ട് ആ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എന്നൊക്കെ നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സുസ്ഥിരമായ ഭാവം, ഒരു സാത്വികമായ ഭാവം കൈവരിക്കുന്നു. ഇതിനെ നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ് നരസിംഹാവതാരം. വൈകുണ്ഠത്തിലെ കാവൽക്കാരായ ജയവിജയന്മാരുടെ കഥയാണ്. വൈകുണ്ഠത്തിലെ ഭഗവാന്റെ കാവൽക്കാരായ 2 ജയവിജയന്മാരെ, നമ്മൾ അമ്പലത്തിലൊക്കെ സോപാനം കാവൽക്കാരെ എന്ന് പറയില്ലേ, അതുപോലെ കാവൽക്കാരാണ് ജയവിജയന്മാര്. ഈ ജയവിജയന്മാര് ഒരു ദിവസം ഏറ്റവും ഉത്തമ ബ്രാഹ്മണരായ സനകാദി മഹർഷിമാര് ഭഗവാനെ കാണാനായി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ജയവിജയന്മാർ കൈവച്ച് തടയുന്നു, ഇപ്പോൾ പോകാൻ പാടില്ല എന്ന്. ദേഷ്യം വന്ന് അവര് ശാപം കൊടുത്തു ജയവിജയന്മാർക്ക്. 3 ജന്മം ഈ ഭൂമിയിൽ വന്ന് അസുരവംശത്തിൽ ജനിക്കണം. അങ്ങനെ ആദ്യം അവരെ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി ജനിക്കുന്നു. 2ാമത്തെ അവതാരത്തിൽ രാവണനും കുംഭകർണനുമായി അവതരിക്കുന്നു. 3ാമത്തതിൽ ശിശുപാലനും ദന്തഭക്തനുമായി അവതരിക്കുന്നു. അതിൽ നമ്മൾ ഹിരണ്യാക്ഷന്റെ വധം കഴിഞ്ഞ് വരാഹ അവതാരം കൊന്നു. ഇനി ഹിരണ്യകശിപുവിനെ വധിക്കാൻ പോവുക. ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മൾ അനാദരവ് കാണിക്കാം. അമ്പലങ്ങളിൽ തൊഴാൻ വരുന്ന ഭക്തന്മാരോടൊക്കെ അനാദരവ് കാണിച്ചാൽ അത് വലിയ പാപമാണ്. തൊഴാൻ നിൽക്കുമ്പോൾ ഇടിച്ചു കുത്തി തൊഴ,
മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് ചാടുക, പ്രസാദം തട്ടിപ്പറിച്ച് കഴിക്കുക, അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്തു പോയാൽ വലിയ പാപങ്ങൾക്ക് പോകും. അങ്ങനെയുള്ള പാപം കിട്ടി ആ ഹിരണ്യകശിപു അങ്ങനെ വന്ന് ആ ഹിരണ്യകശിപു തപസ്സിന് പോയി. തൻ്റെ അനുജനെ കൊന്നു കളഞ്ഞപ്പോൾ ദേഷ്യം വന്ന് ഹിരണ്യകശിപു തപസ്സിന് അങ്ങോട്ട് പോകുന്നു. അതികഠിനമായ തപസ് ചെയ്ത് ആ ബ്രഹ്മാവ് പ്രത്യക്ഷമായപ്പോൾ വരം ചോദിച്ചു, എന്നെ മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, ആയുധങ്ങളെ കൊണ്ട് കൊല്ലാൻ പാടില്ല, പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല, ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻ വെച്ചിട്ട് ആ കണ്ടീഷനെ മുഴുവൻ എതിർത്തുകൊണ്ട് ആ വരം അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ വരം കിട്ടിയ അവൻ അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധു പൂർണ്ണ ഗർഭിണിയാകുന്നു. ആ കയാധുവിൻ്റെ ഗർഭത്തിൽ ഉത്തമനായ ഈ പ്രഹ്ലാദന്റെ ആ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നു. ഈ സമയത്താണ് ആ ഇന്ദ്രൻ വരുന്നു. ഇന്ദ്രൻ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നു. നാരദൻ വന്ന് പറഞ്ഞു, കൊണ്ടുപോകരുത്, ഈ കയാധുവിന്റെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഉത്തമ ഭക്തനാണ്, സാത്വിക ഭക്തനാണ്, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാം. നാരദന്റെ ആശ്രമത്തിലെത്തി. നാരദന്റെ അവിടെ എത്തിയപ്പോൾ നാരദൻ എപ്പോഴും തൻ്റെ വീണയിൽ നാമം ചൊല്ലിക്കൊണ്ട് ആ പാട്ടുകൾ പാടിക്കൊണ്ട് ഭഗവത് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ നടക്കുന്ന ആ സുന്ദരമായ രൂപങ്ങനെ ആ ഗർഭിണിയായ ആ കയാധു ആ ഗർഭകാലത്ത് കുട്ടി അമ്മ എന്താണോ കേൾക്കുന്നത്, അമ്മ എന്താണോ കഴിക്കുന്നത്, അതാണ് കുട്ടിക്ക് കിട്ടുക. അങ്ങനെ അമ്മ കേൾക്കുന്ന ഗാനങ്ങൾ മുഴുവൻ ഈ പ്രഹ്ലാദനിലേക്ക് എത്തി. അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുട്ടിക്ക് ഇത് കിട്ടി. ഇത് വലിയൊരു ഉപദേശമാണ് ഗർഭിണികൾക്ക്, ഗർഭം ധരിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക്, ദമ്പതികൾക്ക് വലിയൊരു ഉപദേശമാണ്. ഗർഭം ധരിക്കുന്ന സമയത്ത് ബീജാധാനം ചെയ്യുന്ന സമയത്ത് ഈശ്വരാരാധനയോടുകൂടി നാമജപം കൊണ്ട് ശുദ്ധമായ മനസ്സോടും ശുദ്ധമായ ശരീരത്തോടും കൂടി ചെയ്യണം എന്ന് പറയുന്ന വലിയൊരു ഉപദേശം തന്നെ അതിലുണ്ട്. അങ്ങനെ ആ പ്രഹ്ലാദൻ ഉത്തമ ഭക്തനായി ജനിച്ചപ്പോൾ തന്നെ ഉത്തമ ഭക്തനായി തീർന്നു. ഹിരണ്യകശിപു ഒരുപാട് ഉപദ്രവം ചെയ്തു നോക്കി. ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ വിട്ടു. അവിടെ ചെന്നപ്പോഴും നാരായണനാമം ഒഴിച്ച് ഒന്നും ഞാൻ ചെല്ലുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികടും വ്യസനങ്ങൾ തീരും നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണും. ആ രൂപത്തിൽ ഉറച്ച മനസ്സ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ഭഗവാനെ മാത്രമേ നാമം ചൊല്ലുകയുള്ളൂ, വേറെ ആരെയും ഞാൻ സ്തുതിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ആ പ്രഹ്ലാദൻ അങ്ങനെ ഉത്തമ ഭക്തിയിൽ അങ്ങനെ ദേഷ്യം വന്ന് ആ പ്രഹ്ലാദനെ വധിക്കാനായിക്കൊണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരുപാട് അടിയും ഇടിയും ഒക്കെ കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദൻ ക്ഷീണിതനാകുന്നു. ആ പ്രഹ്ലാദനോട് ചോദിക്കുന്നു, അല്ലയോ പ്രഹ്ലാദ, ഇപ്പോൾ നിനക്ക് ഓർമ്മ വന്നു ചോദിച്ചപ്പോൾ അച്ഛനോട് ദേഷ്യം പോട്ട് നിൽക്കുന്ന അച്ഛനോട് ഉടനെ മറുപടി നൽകുന്നു, അച്ഛ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ 9 പടികളാ. ഏതൊക്കെയാണെന്നറിയോ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശ്രവണത്തിൽ നിന്ന് തുടങ്ങി ആത്മനിവേദനത്തിലെത്തുന്ന ആ 9 പടികൾ പതിയെ പതിയെ കയറിക്കൊണ്ട് എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഹരിയുടെ നാമം ഒന്നറിയാതെ, ഈ ഗുരുവായൂരപ്പന്റെ നാമം ഒന്ന് നാരായണ എന്ന 4 അക്ഷരം അറിയാതെ ഒന്നും ചെല്ലാൻ സാധിച്ചാൽ അതോടുകൂടി സകല പാപങ്ങളും പോകുന്നു അച്ഛ. അതുകൊണ്ട് അച്ഛൻ അസുരവംശനാണ്, ഇതുവരെ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങയെ രക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ഈ പുത്രൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു, അങ്ങ് നാമം ചൊല്ലിക്കൊണ്ട് ഈ ഭഗവാന്റെ അടുത്തേക്ക് വരൂ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ദേഷ്യം വന്നുകൊണ്ട് ചോദിച്ചു, നിന്റെ ഭഗവാൻ എവിടെയായിരിക്കുന്നത്? ഉടനെ പ്രഹ്ലാദൻ ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭഗവാൻ ഈ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. തൂണിലും തുരുമ്പിലും അങ്ങയുടെ അകത്തും പുറത്തും എൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഭഗവാനെ ദർശിക്കുന്നു. ഇതാണ് കേട്ടപ്പോൾ ദേഷ്യം വന്നുകൊണ്ട് വാള് വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ ഉരുക്കുമുഷ്ടികളെ കൊണ്ട് ആ മുമ്പിലിരിക്കുന്ന ചോദിച്ചു, പ്രഹ്ലാദ, അങ്ങനെയാണെങ്കിൽ ഈ തൂണിൽ നീ കാണിച്ചു തരണം. അങ്ങനെ തൻ്റെ ഉരുക്കുമുഷ്ടികളെ കൊണ്ട് ആ തൂണിൽ അങ്ങോട്ട് ഇടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഉള്ളിൽ നിന്ന് അട്ടഹാസങ്ങൾ മുഴങ്ങുന്നു. അതിഭയങ്കരമായ അട്ടഹാസം. ആ അട്ടഹാസങ്ങൾ മുഴങ്ങി കഴിഞ്ഞപ്പോൾ പേടിച്ചു, എല്ലാവരും പേടിച്ചു. എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ പരിഭ്രമിച്ചപ്പോഴേക്കും ആകാശത്ത് അപ്സരസകളും ഗന്ധർവന്മാരും കിന്നരന്മാരും എല്ലാം പാട്ടുപാടിക്കൊണ്ട് പെരുമ്പറ മുഴക്കിക്കൊണ്ട് എല്ലാവരും വരാൻ പോകുന്ന അതിഭയങ്കരമായ അതിസൗന്ദര്യമായ ആ സുന്ദരമായ ധാമമായ ആ അവതാരത്തിനെ ദർശിക്കാൻ തയ്യാറായിക്കൊണ്ട് എല്ലാവരും അങ്ങോട്ട് അണിനിരന്നു. ആ ത്രിസന്ധ്യ സമയം എന്താ ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത്? പകല് കൊല്ലാൻ പാടില്ല, രാത്രി. അതെ, നിന്നെ വധിക്കാൻ ഞാൻ സന്ധ്യാസമയത്താണ് വരുന്നത്. സന്ധ്യാസമയം അസുരന്മാരുടെ ശക്തി കുറയുന്നു. അതാണ് സന്ധ്യാസമയത്ത് അനാവശ്യ കാര്യങ്ങളിൽ പോകരുത്.
ഇപ്പം എല്ലാവരും സന്ധ്യാസമയത്ത് അപ്പം അനാവശ്യ കാര്യങ്ങൾ ചെയ്യുക. സന്ധ്യാസമയത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് പോകാതെ മനസ്സിനെ കുളി, ജപം, ധ്യാനം തുടങ്ങിയ കാര്യം, അത് ഏത് മനസ്സിലും തന്നെയാണ്. സന്ധ്യാസമയത്ത് അമ്പലങ്ങളിലൊക്കെ ഉണ്ട്. ആ സമയത്ത് ആരും അമ്പലത്തിൽ പോവില്ല, വീട്ടിലിരുന്ന് മൊബൈലും മറ്റോടുത്ത്, അതൊന്നും തെറ്റല്ല. എന്തായാലും അങ്ങനെ ആ പ്രഹ്ലാദനെ രക്ഷിക്കാനും ആ ഹിരണ്യകശിപുവിനെ വധിക്കാനും തീരുമാനിച്ചുകൊണ്ട് നരഹരി രൂപമായ ഭഗവാൻ അങ്ങനെ വന്നു. എങ്ങനെ? സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ജാത്മന അദൃശ്യതാത്യത്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നൃഗം നമാനുഷം നൃഗം നമാനുഷം. അങ്ങനെ ആ ഭഗവാന്റെ അവതാരങ്ങളുണ്ടായി, ആ സുന്ദരമായ അവതാരം. അതുകൊണ്ട് ഈ നരസിംഹ അവതാര സമയത്ത് ഈ ജയന്തി ദിവസം വലിയൊരു ഉപദേശം തരുന്നു. കുട്ടികളെ വളർത്തുമ്പോൾ ഈശ്വര ഭക്തിയോടുകൂടി, ആചാരങ്ങളോടുകൂടി, ആ നാമജപത്തോടുകൂടി ആ വളരെ വൃത്തിയായി കുട്ടികൾ വളർത്തിയെടുത്താൽ അടുത്ത തലമുറ നമുക്ക് ആനന്ദിക്കാം, സുഖിക്കാം. ഈ ഉപദേശം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരുപാട് അപകടങ്ങൾ, കുട്ടികൾ ചെയ്യുന്ന അപകടങ്ങൾ ഒരുപാട് കണ്ടു വളരുക. എങ്ങനെയാ കിട്ടിയത്? അവർക്ക് ആചാരങ്ങളില്ല, അവരെന്തോ അമ്പലത്തിൽ പോകുന്നു, എന്തോ പഠിക്കുന്നില്ല, അറിവ് നേടുന്നില്ല. പായസം മേടിച്ച് കഴിച്ചുകൊണ്ട് എന്താ കാര്യം? പായസം എന്താണെന്ന് മനസ്സിലാക്കി ആ ജ്ഞാനത്തിൽ കൂടെ പായസത്തിനെ ഭക്ഷിക്കാൻ ആ കുട്ടികളെ പഠിപ്പിക്കണം. ആചാരങ്ങൾ ശീലമാക്കിയാൽ ജ്ഞാനം നമുക്ക് കൈകിട്ടുന്നു. ആ ജ്ഞാനത്തിൽ കൂടെ നമ്മുടെ ദുരിതം അവസാനിക്കുന്നു. ദുരിതം അവസാനിക്കുമ്പോൾ ആനന്ദം കൈവരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഈ നരസിംഹ ജയന്തിയുടെ വിപുലമായ ആ ഉപദേശം. ആ ഉപദേശത്തിനെ എല്ലാ ഭക്തജനങ്ങളും സ്വീകരിച്ച് ഈ ഗുരുഭവനപുരിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് രണ്ടക്ഷരം പറയാനും ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്കിത് ചിന്തിക്കാനും കിട്ടിയ ഒരു മഹാഭാഗ്യം. അതിനെ നമസ്കരിച്ചുകൊണ്ട് ആ ഭാഗ്യത്തിനെ സ്മരിച്ചുകൊണ്ട് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. നാവേ നിനക്കു വലിയോരുപദേശമുണ്ടേ, നാവാലുരപ്പതിനു ഞാൻ തുനിയുന്നു കേൾനീ. നാരായണന്റെ തിരുനാമമുറക്കയാമ്പോൾ നാണിച്ചു പോകരുത്, അതേ തവ വേണ്ടതുള്ളൂ.